السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ورب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം അവൻ നമ്മോട് ഖുർആനിലൂടെ അറിയിച്ചു നൽകിയിട്ടുണ്ട്. അല്ലാഹു പറയുന്നതുപോലെ, അല്ലാഹു പറഞ്ഞതുപോലെ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവർ എന്നറിയുന്നതിനു വേണ്ടിയിട്ടാണ് ജീവിതവും മരണവും അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ ആരാണെന്നറിയുന്നതിനു വേണ്ടി, അതിനുവേണ്ടിയാണ് മനുഷ്യർ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ ലക്ഷ്യം മറന്നുകൊണ്ട്, അതല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാതെ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി, തങ്ങളുടെ ഭൗതിക നേട്ടങ്ങൾക്കായി നെട്ടോട്ടമോടുകയാണ് ബഹുഭൂരിപക്ഷം മനുഷ്യരും. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പലർക്കും അറിയില്ല. അതല്ലെങ്കിൽ ലക്ഷ്യമറിഞ്ഞിട്ടും അത് മനസ്സിലായിട്ടും അത് മനസ്സിലാകാത്തതുപോലെ, അതറിയാത്തതുപോലെ, അത് ചിന്തിക്കാതെ ചില തൽപര ലാഭങ്ങൾക്ക് വേണ്ടി, ഭൗതികപരമായ തുച്ഛമായ ചില ലാഭങ്ങൾക്ക് വേണ്ടി അവർ നെട്ടോട്ടമോടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ ആരാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ ധാരാളം പ്രവർത്തിക്കുന്നവർ ആരാണ് എന്നല്ല അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. ധാരാളം നിസ്കരിക്കുന്നവർ, ധാരാളം ഹജ്ജ് ചെയ്യുന്നവർ, ധാരാളം സൽപ്രവർത്തനങ്ങളിൽ, സൽക്കർമ്മങ്ങളിൽ, നന്മകളിൽ മുന്നേറുന്നവരാരാണ് എന്നല്ല അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് അഹ്സനു അമല, നന്നായി പ്രവർത്തിക്കുന്നവർ ആരാണെന്നാണ്. അഹ്സനു അമല എന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ, അല്ലാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ നന്മകൾ അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. നമ്മുടെ നിസ്കാരമാകട്ടെ, നമ്മുടെ നോമ്പാകട്ടെ, നമ്മുടെ സദഖകളാകട്ടെ, നമ്മുടെ ഹജ്ജാകട്ടെ, നമ്മുടെ ഉംറയാകട്ടെ, നമ്മുടെ ദഅവത്താകട്ടെ, നമ്മുടെ സംസാരങ്ങളാകട്ടെ, നമ്മുടെ എഴുത്തുകളാകട്ടെ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സൽപ്രവർത്തനങ്ങൾ, നമ്മുടെ നന്മകൾ, നമ്മുടെ സഹായങ്ങൾ
അങ്ങനെ എന്തെല്ലാം ഇബാദത്തുകളായി എന്തെല്ലാം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. അതിൽ മറ്റൊരാൾക്കൊരു ലാഞ്ചന പോലും, മറ്റൊരു സൃഷ്ടിക്ക്, മറ്റൊരു വസ്തുവിന് ഒരു പങ്ക് പോലും ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ നിസ്കാരം അത് തുടങ്ങുന്നതിന് മുന്നേയും അതിൻ്റെ തുടക്കത്തിലും അതിൻ്റെ നടുവിലും അതിൻ്റെ അവസാനത്തിലും അത് കഴിഞ്ഞാലും, അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിലെ എല്ലാ ഘട്ടങ്ങളിലും, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഏതെല്ലാം പ്രവർത്തനങ്ങളാകട്ടെ, അത് തുടങ്ങുമ്പോഴാകട്ടെ, അത് അവസാനിക്കുമ്പോഴാകട്ടെ, അതിൻ്റെ മധ്യത്തിലാകട്ടെ, അത് കഴിഞ്ഞാലാകട്ടെ, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ഉദ്ദേശവും. അതെല്ലാം അങ്ങനെ ആയിരിക്കണം. എന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യയോഗ്യമായ ഒരു അമലായി, അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലായി, ഒരു പ്രവർത്തനമായി അത് മാറുകയുള്ളൂ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയോട് യോജിച്ചതായിരിക്കണം അത്. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ നിസ്കാരം, നമ്മുടെ ഹജ്ജ്, അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണോ നിസ്കരിച്ചത്, അവിടുന്ന് എങ്ങനെയാണോ ഹജ്ജ് ചെയ്തത്, അവിടുന്ന് എങ്ങനെയാണോ ഇബാദത്തുകൾ നിർവഹിച്ചത്, അതേ പ്രകാരമായിരിക്കണം. അതിൽ നിന്ന് അധികരിപ്പിക്കാനോ അതിൽ നിന്ന് കുറക്കാനോ അതല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താനോ ചില കർമ്മങ്ങൾ അത് വ്യതിചലിപ്പിച്ച് മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകുവാനോ ഒന്നും നമുക്ക് പാടില്ല തന്നെ. അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണോ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തത് എങ്ങനെയാണോ, അവിടുന്ന് എങ്ങനെയാണോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കാണിച്ചു തന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂലാണ് അദ്ദേഹം, അഷ്റഫുൽ ഖൽഖാണ്. അള്ളാഹു സൃഷ്ടികളിലേക്ക് നിയോഗിച്ച അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്ന് മനുഷ്യർക്ക് കാണിച്ചു നൽകുന്നതിനു വേണ്ടി, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനു വേണ്ടി, അവർക്ക് വിശദീകരിച്ചു നൽകുന്നതിനു വേണ്ടി അള്ളാഹു നിയോഗിച്ച അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് എങ്ങനെയാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അത് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയുള്ളൂ. അതിനു പുറമെയുള്ളത് അതെത്ര അധികരിച്ചതുള്ളതാകട്ടെ, അതിനെത്ര മഹത്വം പറയുന്നവരാകട്ടെ, അതൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാവുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. നമ്മുടെ ദീനിലില്ലാത്ത, നമ്മുടെ കൽപ്പനകളിലില്ലാത്തൊരു കാര്യം ഏതെങ്കിലും ഒരുവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് തള്ളപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എൻ്റെ ചര്യയെ, എൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ എൻ്റെ സച്ചരിതരായ ഖുലഫാഉകളുടെയും എൻ്റെ പിൻഗാമികളുടെയും അബൂബക്കറിൻ്റെ, ഉമറിൻ്റെ, ഉസ്മാനിൻ്റെ, അലിയുടെ റളിയല്ലാഹു അൻഹും അവരുടെ ചര്യകൾ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാലഹ്. നമ്മൾ നേരത്തെ ഖുതുബയുടെ ആദ്യത്തിൽ കേട്ടതുപോലെ എല്ലാ ഖുതുബകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി ഇബാദത്തുകളിൽ ദീനിൽ എന്തെല്ലാം കൊണ്ടുവരപ്പെടുന്നുവോ അതെല്ലാം ബിദ്അത്തുകളാണ്. അതുപോലെ തന്നെ ബിദ്അത്തുകളെല്ലാം വലാലത്താണ്, അതെല്ലാം വഴികേടാണ്, അത് നരകത്തിലേക്കുള്ള മാർഗങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിലുടനീളം ഖുതുബകളിൽ അവിടുന്ന് ജനങ്ങൾക്ക് താക്കീത് നൽകാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിത ലക്ഷ്യം, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്, അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാൻ, അഹ്സനു അമല, ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനാണ്. ഒരു കാര്യം അത് അഹ്സനാവണമെങ്കിൽ, അത് നന്നാകണമെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളെ പിന്തുടർന്നിട്ടുള്ളതായിരിക്കണം അത്. ഈ രണ്ട് നിബന്ധനകളും ഒത്തുവന്നാലേ ഒരു കാര്യം അഹ്സനാവുകയുള്ളൂ, ഒരു കാര്യം, ഒരു ഇബാദത്ത്, ഒരു അമൽ, ഒരു പ്രവർത്തനം അത് നന്നാവുകയുള്ളൂ. മനുഷ്യന് അവന് 3 ഘട്ടങ്ങളുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവന് 3 കാലങ്ങളുണ്ട്. അവന് 3 ഇടങ്ങളിൽ വസിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഇടം അവൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് അവൻ ജീവിക്കുന്ന
ഈ ദുനിയാവ് തന്നെയാണ്. ആ ദുനിയാവ് അവന്റെ പരീക്ഷണ ഘട്ടമാണ്. ഈ ദുനിയാവിൽ നന്മയും തിന്മയും ഇടകലർന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിട്ടുള്ളത്, അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഇവിടെ മുസ്ലിമുണ്ട്, കാഫിറുണ്ട്, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്, അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവരുണ്ട്, മുവഹിദുണ്ട്, മുശ്രിക്കുണ്ട്, അല്ലാഹുവിനെ തൗഹീദ് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. മുശ്രിക് അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ജീവിക്കുന്ന, അല്ലാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ കൊടുക്കാതെ അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് അല്ലാഹുവിന്റെ ബാധ്യതകൾ കൊടുക്കുന്ന, അല്ലാഹുവിന്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ സൃഷ്ടികളോട് സഹായം തേടുന്ന, അവരിൽ വരമേൽപ്പിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. അല്ലാഹുവിൽ മാത്രം പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം സഹായം തേടുകയും അവനിൽ മാത്രം വരമേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുമുണ്ട് ഇവിടെ. ഇവിടെ മുഅ്മിനുണ്ട്, ഫാസിഖുണ്ട്. തെമ്മാടിത്തങ്ങളിൽ മുഴുകി, തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. പരിപൂർണമായി ജീവിതം അല്ലാഹുവിന് സമർപ്പിച്ച് നന്മകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുഅ്മിനുകളും ഉണ്ട് ഇവിടെ. അങ്ങനെ ഈ ദുനിയാവെന്നുള്ളത് നന്മകളാലും തിന്മകളാലും സമ്മിശ്രമായ ഒരിടമാണ്. ഇത് മനുഷ്യന്റെ പരീക്ഷണ ഘട്ടമാണ്. ഈ പരീക്ഷണത്തിൽ, ഈ ഘട്ടത്തിൽ വിജയിച്ചാൽ മാത്രമേ അടുത്ത ഘട്ടങ്ങളിൽ അവന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ, അവന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അവിടെ സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ ഈ ജീവിതത്തിൽ, ഈ പരീക്ഷയിൽ, ഈ പരീക്ഷണത്തിൽ അവൻ ജയിക്കേണ്ടതുണ്ട്, അവൻ വിജയിക്കേണ്ടതുണ്ട്. അവന്റെ അടുത്ത ഘട്ടം എന്നുള്ളത് അത് ബർസഖാണ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നടുവിലുള്ള ഇടത്താവളമാണത്. അവൻ ഈ ദുനിയാവിൽ നന്മയിൽ മുഴുകിക്കൊണ്ട്, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട്, തൗഹീദ് പാലിച്ചുകൊണ്ട് നന്മകളിൽ മുന്നേറി ജീവിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ ബർസഖിയായ ജീവിതം, അവന്റെ ഖബർ ജീവിതം, അത് സ്വർഗീയ പൂങ്കാവനങ്ങളിലെ ഒരു പൂങ്കാവനമെന്നോണം, ഒരു പൂന്തോട്ടമെന്നോണം അവന്റെ ഖബർ മാറുന്നതാണ്. അതല്ല അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട്, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അല്ലാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ കൊടുക്കാതെ തിന്മകളിൽ മുഴുകി ജീവിക്കുകയാണെങ്കിൽ അവന്റെ ഖബർ, അവന്റെ ബർസഖിയായ ജീവിതം, അത് നരകഗർത്തങ്ങളിലെ ഒരു ഗർത്തത്തിന് തുല്യമായി മാറുന്നതാണ്. അതിനുശേഷം ബർസഖിയായ ജീവിതത്തിന് ശേഷം അവന് മൂന്നാമതൊരു ജീവിതമുണ്ട്, അതല്ലെങ്കിൽ മൂന്നാമതൊരു ഘട്ടമുണ്ട്, അതല്ലെങ്കിൽ മൂന്നാമതൊരു ലോകമുണ്ട്, ദാറുൽ ആഖിറ, പരലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ശാശ്വത ഗേഹമായി, സ്ഥിരവാസത്തിന്റെ താവളമായി നിശ്ചയിച്ചിട്ടുള്ള പരലോകം അവനെ കാത്തിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക്, മറ്റൊരു ലോകത്തേക്ക് അവന് സഞ്ചാരമില്ല. ദുനിയാവിലേക്കൊരു മടക്കമില്ല, ഖബറിലേക്കൊരു മടക്കമില്ല, മണ്ണിലേക്കൊരു തിരിച്ചുപോക്കില്ല. അതവന്റെ സ്ഥിരവാസത്തിന്റെ ഗേഹമാണ്. അവനെന്നും മരിക്കാതെ അവിടെ ജീവിക്കുന്നതാണ്. ഒന്നുകിൽ നരകത്തിലായിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിലായിക്കൊണ്ട്, ഒന്നുകിൽ സുഖാനുഭൂതികളുടെ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, സൗഭാഗ്യത്തിന്റെ ഇടമായ സ്വർഗത്തിൽ, ഫരീഖും ഫിൽ ജന്ന, സ്വർഗവാസികളുടെ കൂട്ടത്തിൽ ആയിരിക്കും അവൻ. അതല്ലെങ്കിൽ വേദനകളുടെ, പ്രയാസങ്ങളുടെ, ദുഃഖങ്ങളുടെ, മനോവിഷമങ്ങളുടെ, വേദനകളുടെ ലോകത്ത് ഫരീഖും ഫിസ് സഈർ, നരകവാസികളുടെ കൂട്ടത്തിലായിരിക്കും അവൻ. ലോകത്തിലെ എല്ലാ മനുഷ്യരും, ഏതെല്ലാം മനുഷ്യർ ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടുണ്ടോ, അവർ രാഷ്ട്രീയ നേതാക്കളായിക്കൊള്ളട്ടെ, ഭരണാധികാരികളായിക്കൊള്ളട്ടെ, ചലച്ചിത്ര താരങ്ങളായിക്കൊള്ളട്ടെ, കായിക താരങ്ങളായിക്കൊള്ളട്ടെ, സെലിബ്രിറ്റികളായിക്കൊള്ളട്ടെ, മുഅ്മിനാകട്ടെ, മുസ്ലിമാകട്ടെ, കാഫിറാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ആരാകട്ടെ, ഫരീഖും ഫിൽ ജന്ന, ഒന്നുകിൽ അവൻ സ്വർഗത്തിലായിരിക്കും, അല്ലെങ്കിൽ ഫരീഖും ഫിസ് സഈർ, അതല്ലെങ്കിൽ അവന്റെ ഇടം നരകത്തിലായിരിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖണ്ഡിതമായ തീരുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമമാണത്. അതല്ലാതെ മറ്റൊരു നടപടി, മറ്റൊരു ഓപ്ഷൻ അവിടെ സ്വീകരിക്കാനില്ല. ഇവിടെ ജീവിത ലക്ഷ്യം മറന്ന് ജീവിക്കുന്ന ആരെല്ലാമുണ്ടോ
ഏതെല്ലാം ആളുകളുണ്ടോ, ഏതെല്ലാം താരങ്ങളുണ്ടോ, അവർ കായിക താരങ്ങളായിരുന്നാലും ചലച്ചിത്ര താരങ്ങളായിരുന്നാലും അവർ ആരെല്ലാമായിരുന്നാലും അവർക്കെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാനുള്ളൊരു രംഗമുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് ചോദ്യങ്ങളുണ്ട്. അവരുടെ ജീവിതം എന്തിനു വേണ്ടി ചിലവഴിച്ചു, എന്തിലായിക്കൊണ്ടാണ് അവർ ജീവിച്ചിട്ടുള്ളത്, അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ അവർ നൽകിയിട്ടുണ്ടോ, അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വകവെച്ച് നൽകിയിട്ടുണ്ടോ അവർ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഈ പറയുന്ന ആളുകൾക്കെല്ലാം ഉണ്ടാകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിച്ച് ജീവിക്കുന്ന, അവനെ ധിക്കരിക്കാത്ത, നന്മകളിൽ മുന്നേറുന്ന, തിന്മകൾ ഒഴിവാക്കുന്ന, അള്ളാഹുവിന്റെ ബാധ്യതകൾ നിറവേറ്റുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന തോന്നിവാസികളായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അതല്ലെങ്കിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള ആകാശഭൂമികളോളം വിശാലമായ വിസ്തൃതമായ സ്വർഗത്തിനു വേണ്ടി മുന്നേറുക എന്നുള്ളതാണ്. അവിടുത്തെ സുഖാനുഭൂതികൾ ആസ്വദിക്കുന്നതിനു വേണ്ടി മത്സരിക്കുക. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ എന്നുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന മുൻനിർത്തിക്കൊണ്ട് അതിനുവേണ്ടി മത്സരിക്കുക എന്നുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. നാം പറഞ്ഞു, മനുഷ്യ ജീവിതത്തിന് 3 ഘട്ടങ്ങളുണ്ട്, 3 ലോകമുണ്ട്, 3 ഇടങ്ങളിലൂടെ അവൻ സഞ്ചരിക്കേണ്ടതുണ്ട്. അതിൽ 3ാമത്തെ ലോകമാണ് അവന്റെ ശാശ്വത ലോകം. അതിനുവേണ്ടിയാണ് അവൻ പ്രയത്നിക്കേണ്ടത്. അതാണ് അവന്റെ ലക്ഷ്യം. അവന്റെ 1ാമത്തെ ഘട്ടം അതാണ് അവന്റെ പരീക്ഷണ ഘട്ടം. ആ ഘട്ടത്തിൽ, അതായത് ഈ ദുനിയാവിൽ നല്ല രൂപത്തിൽ അമലുകൾ ചെയ്താൽ മാത്രമേ, ഖലാസോടുകൂടി അള്ളാഹുവിനു വേണ്ടി മാത്രമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്കും ചര്യകൾക്കും അനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയാൽ മാത്രമേ, ഇബാദത്തുകൾ നിർവഹിച്ചാൽ മാത്രമേ, അമലുകൾ കോർത്തിണക്കിയാൽ മാത്രമേ അവന് ആ ലോകത്ത്, 3ാമത്തെ ലോകത്ത്, പരലോകത്ത് അവന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൻ്റെ അതിൻ്റെ നൈമിഷികതയെ, അതിൻ്റെ നിരർത്ഥകതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിലായിക്കൊണ്ട് ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ആ ആയത്തുകളിലൂടെ നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളുവാനും അല്ലാഹു കണക്കാക്കിയ ആ ഒരു സ്ഥാനം മാത്രം ഈ ദുനിയാവിന് കണക്കാക്കാനും ഈ ദുനിയാവിൽ പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുവാനും ആ ആയത്തുകൾ വായിക്കുന്നതിലൂടെ, അതിൻ്റെ അർത്ഥങ്ങൾ, ആശയങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബും വലഹ്വും വസീനത്തുൻ വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. നിങ്ങൾ അറിയണം, മനുഷ്യരെ, നിങ്ങൾ അറിയണം, ഈ ഐഹിക ജീവിതം എന്നുള്ളത്, ഈ ദുനിയാവിലെ ഈ ജീവിതമെന്നുള്ളത്, ഈ 50ഉം 60ഉം 70ഉം അതല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചു കൂടുതലും കുറവും നിങ്ങൾ ജീവിക്കുന്ന ഈ ഐഹിക ജീവിതമുണ്ടല്ലോ, പ്രയാസങ്ങളാൽ മൂടിപ്പൊതിഞ്ഞ, അസുഖങ്ങളാലും രോഗങ്ങളാലും പ്രയാസങ്ങളാലും ടെൻഷനുകളാലും സമ്മിശ്രമായിട്ടുള്ള ഈ ജീവിതം, ഈ ഐഹിക ജീവിതം, അതിൻ്റെ ഉപമ എന്താണ്? അതൊരു കളിയാണ്, അത് വിനോദമാണ്, അത് കളിയാണ്, ചിരിയാണ്, വിനോദമാണ്. തകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങളുടെ സമ്പത്തുകളിലാകട്ടെ അതുപോലെ തന്നെ സന്താനങ്ങളിലാകട്ടെ
നിങ്ങളുടെ ജോലികളിലും സ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള ദുന്യവിയായ നിങ്ങളുടെ ഗുണമേന്മകളിലുമുള്ള പെരുമ നടിക്കലാണത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു ഉപമ പറയുകയാണ്. കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما. അല്ലാഹു പറയുന്നു അതിന്റെ ഉപമ എന്നുള്ളത് കോരിച്ചൊരിയുന്ന ഒരു മഴയത്ത്, അതല്ലെങ്കിൽ മഴയ്ക്ക് ശേഷം മുളപൊട്ടുന്ന തരിശുഭൂമിയായി കിടന്ന സ്ഥലത്ത് പച്ചപ്പുണ്ടാകുന്ന മുളപൊട്ടുന്ന ഒരു ഉപമയാണ് അതിൻ്റേത്. മഴയ്ക്ക് ശേഷം അവിടെ പച്ചപ്പുണ്ടാകുന്നു, അതിനുശേഷം ആ പച്ചപ്പിന് ശേഷം അവിടെ കായ്ക്കനികൾ മുളക്കുന്നു, കായ്ക്കനികൾ ഉണ്ടാകുന്നു. അങ്ങനെ ആ പച്ചപ്പിന് ശേഷം അതാ അവിടെ മഞ്ഞ നിറമുണ്ടാവുകയാണ്. കായ്ക്കനികളും അതുപോലെ തന്നെ ഇലകളും ആകെ മഞ്ഞ നിറത്തിലാകുകയാണ്. അതിനുശേഷം സുമ്മ യകൂനു ഹുതാമ, അത് നുരുമ്പിപ്പോകുന്ന അവസ്ഥയിലേക്ക്, അത് നുരുമ്പിപ്പോകുന്ന, ഉണങ്ങിപ്പോകുന്ന, മണ്ണിലേക്ക് ലയിച്ചു തീരുന്ന, ഇല്ലാണ്ടാകുന്ന അവസ്ഥയിലേക്ക്, നശിക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറുന്നു. അതുപോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുന്നില്ലേ, നമ്മൾ ഓരോരുത്തരും, ഇതിൽ പല പ്രായമുള്ള ആളുകളുണ്ട്, ഇതിൽ ഓരോരുത്തരും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ, പ്രായമെത്തിയ വാർദ്ധക്യം എത്തിയ ആളുകൾ വരെ ഇതിലുണ്ട്. ഓരോരുത്തരും മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരാണ്. അങ്ങനെ ഈ ദുനിയാവിലേക്ക് വരികയും കൈക്കുഞ്ഞിന് ശേഷം അവന്റെ നടത്തത്തിന്റെ കാലഘട്ടത്തിന് ശേഷം, നടന്നതിന് ശേഷം, അവന്റെ ബാല്യത്തിന് ശേഷം അവന് ശക്തി പ്രാപിക്കുകയും അവൻ യുവാവാവുകയും അവൻ പല കാര്യങ്ങളും ചെയ്യുകയും പല ആളുകൾക്കും സാധിക്കാത്ത, കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും സാധിക്കാത്ത പല കാര്യങ്ങളും അവന് ചെയ്യാൻ സാധിക്കുകയും അതിനുശേഷം ആ യുവത്വത്തിന് ശേഷം, ശക്തി പ്രാപിച്ചതിന് ശേഷം, അവന്റെ തടിമിടുക്കിന് ശേഷം അവനതാ പിന്നെയും അവൻ വാർദ്ധക്യത്തിലേക്ക്, കഴിവുകേടിന്റെ ഘട്ടത്തിലേക്ക്, അവൻ മുന്നേ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക്, പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിച്ചിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് അത് അവൻ മാറുന്നു. ഈ ഉപമ എത്ര മനോഹരമാണ്! ഖുർആനിന്റെ ഈ ഉപമ, പച്ചപ്പിന് ശേഷം, അത് യുവത്വത്തിന് ശേഷം മഞ്ഞ നിറമായതിനു ശേഷം പിന്നെ അത് ഉണങ്ങുന്നു. അതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ. അവനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചുവോ അതെല്ലാം ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ അവന് പിന്നീട് വന്നെത്തുന്നു. സഹോദരങ്ങളെ, ഇപ്പോൾ നമുക്ക് കാണാം, ഫുട്ബോൾ ലോകകപ്പിന്റെ കാലഘട്ടമാണ്. പല ആളുകളും, നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും, പല ഇതിഹാസങ്ങളെന്ന് വിളിക്കുന്ന പല ആളുകളും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത പല രംഗങ്ങളും പല വേളകളും ഉണ്ടാകുന്നു. അവരെ പുകഴ്ത്തി പറഞ്ഞിരുന്ന ആളുകൾ, ഈ വ്യക്തികൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല, ഈ വ്യക്തിക്ക് ഇമ്പോസിബിൾ എന്ന വാക്ക് അയാളുടെ ജീവിതത്തിലില്ല, അയാളുടെ നിഘണ്ടുവിലില്ല, അയാളുടെ ഡിക്ഷണറിയിലില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അത് മാറ്റി പറയുന്ന അവസ്ഥയിലേക്ക് വന്നെത്തിയിരിക്കുന്ന കാലമാണിത്. നമ്മളൊന്ന് ആലോചിക്കുന്നില്ലേ? ഈ പറയുന്ന ആളുകൾ, ഈ ഇതിഹാസങ്ങൾ എന്ന് വിളിക്കുന്ന ആളുകൾ ഈ പറയുന്നത് പോലെ അവരുടെ എതിരാളികളെ വിറപ്പിച്ചിരുന്ന, എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു, അവരുടെ നല്ല കാലം. അതിനുശേഷം അവരുടെ വാർദ്ധക്യം വന്നെത്തി. ആ താരങ്ങളുടെ വാർദ്ധക്യം വന്നെത്തിയപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതാ പുതിയ താരങ്ങൾ വന്നിരിക്കുന്നു. അവർ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ താരങ്ങളെപ്പോലെ, ഈ പറയുന്ന ഇതിഹാസങ്ങളെപ്പോലെ ഇപ്പോൾ ഇതാ ആളുകൾ ഇവരെ പുകഴ്ത്തി പാടുന്നു, പുകഴ്ത്തി പറയുന്നു. അവർക്കും ഇതുപോലൊരവസ്ഥ, ഇതുപോലൊരു വാർദ്ധക്യം, ഇതുപോലൊരു നിസ്സഹായാവസ്ഥ, ഇതുപോലൊരു കഴിവുകേടിന്റെ അവസ്ഥ, രോഗങ്ങളാലും പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുകളാലും ക്ഷീണങ്ങളാലും വന്നു നിറയുന്ന ഒരു അവസ്ഥ അവർക്കും വരാനുണ്ട്. അതാണ് ദുനിയാവിന്റെ അവസ്ഥ, മനുഷ്യന്റെ അവസ്ഥ അതാണ്. ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിന്റെ നിരർത്ഥകതയെ നമ്മൾ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറഞ്ഞതുപോലെ ഇതിന്റെ നിരർത്ഥകത മനസ്സിലാക്കി, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചിക്കുന്ന, കബളിപ്പിക്കുന്ന, അർത്ഥമില്ലാത്ത,
നിരർത്ഥകമായ ഒരു ജീവിതം മാത്രമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ, നിങ്ങൾ ഇതിന്റെ നിരർത്ഥകത മനസ്സിലാക്കി നിലനിൽക്കുന്ന ശാശ്വത ഗേഹമായ മരിക്കാത്ത സുഖാനുഭൂതികളുടെ ഗേഹമായ സുഖങ്ങൾ നിലക്കാത്ത പ്രയാസങ്ങളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത വിഷമങ്ങളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത സുഖങ്ങളാൽ നിറഞ്ഞ ആ ലോകത്തിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. ആകാശഭൂമികളോളം വിശാലമായ വിസ്തൃതമായ ആ സ്വർഗ്ഗത്തിനു വേണ്ടി നിങ്ങൾ മുന്നേറിക്കൊള്ളുക. അല്ലാഹുവിന്റെ പാപമോചനത്തിനു വേണ്ടി നിങ്ങൾ മുന്നേറിക്കൊള്ളുക. ഉഇദ്ദത് ലില്ലദീന ആമനു ബില്ലാഹി വറസൂലി. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന്റെ നിരർത്ഥകത മനസ്സിലാക്കി അല്ലാഹു പറഞ്ഞതുപോലെ വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതി തുഖരിബുക്കും ഇൻദനാ സുൽഫാ. നിങ്ങളുടെ സ്വത്തുക്കളാകട്ടെ, നിങ്ങളുടെ സന്താനങ്ങളാകട്ടെ, നിങ്ങളുടെ ഭൗതികപരമായ എന്തെന്ത് നേട്ടങ്ങളാകട്ടെ, അതൊന്നും അല്ലാഹുവിങ്കൽ നിങ്ങളെ അടുപ്പിക്കുന്ന കാര്യങ്ങളല്ല. ഇല്ലാ മൻ ആമന വഅമില സാലിഹൻ ഫഉലൈക ലഹും ജസാഉദ് ദിഅഫി ബിമാ അമിലു. ആരൊഴികെ അല്ലാഹുവിലും പരലോകത്തിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിച്ച ആളുകൾ, പരലോകത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾ, അവർക്കൊഴികെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയായി അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്. അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്, അത് സത്യമായി പുലരുക തന്നെ ചെയ്യും, അതിൽ സംശയമില്ല. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അതുകൊണ്ട് അല്ലാഹുവിന്റെ കാര്യത്തിൽ, പരലോകത്തിന്റെ കാര്യത്തിൽ, അല്ലാഹുവിന്റെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ, അല്ലാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്കുണ്ടായിക്കൂടാ. പരമവഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിച്ചുകൂടാ, യാതൊരു സംശയവും അതിലുണ്ടായിക്കൂടാ. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. ശൈത്താൻ നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായിക്കൊണ്ട് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ നിരർത്ഥകത മനസ്സിലാക്കി അതിന്റെ പളപളപ്പുകളിൽ, അതിന്റെ പുറംപൂച്ചുകളിൽ വീഴാതെ പരലോകത്തേക്ക് വേണ്ടി ഈ ദുനിയാവിൽ പ്രയത്നിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ദുനിയാവിനും മക്കളുണ്ട്, പരലോകത്തിനും മക്കളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിന്റെ മക്കളാക്കി നമ്മെ മാറ്റുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹു മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളുടെ അവരുടെ ശത്രുക്കൾക്ക് മേലെ അവർക്ക് പ്രതാപം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.